ഹലോ ഗൈസ്, ഇന്ന് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഥാപുസ്തകം ഞാൻ ഫുള്ള് റിവ്യൂ ചെയ്തില്ല, എന്നാലും ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ പേജൊക്കെ കാണിച്ചു. ഇതിലൊരു കഥയാണ് എഴുതിയിരിക്കുന്നത് ഗൈസ്. കഥ നിറവും ഞാൻ കഥ വന്നാലും ഞാൻ ഒന്ന് കാണും. ഇതവിടെ എഴുതിയിരിക്കുന്നത് ഹാമലിനെ കുഴലൂതുകാരൻ എന്തോന്നു. കുട്ടികളെ കണ്ടോ? കുഴലൂത്തുകാരൻ. പിന്നിട്ട് കണ്ടോ, ഈ ഒരു കഥ വായിക്കണം. ഹാമിലിനെ കുഴലൂതുകാരൻ കണ്ടോ, എലിരത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത്. പിന്നെ ഇതിൽ കളർ അടിക്കാനാണ്. അടുത്തതായിട്ട് ഇവിടെയോ ഇത് എഴുതിയിരിക്കുന്നുണ്ടോ, കളറിംഗ് ബുക്ക്, കഥയും നിറവും. പിന്നെ ആയിട്ട് ഇതാണ്ട് ഇവിടെ ഒരു നമ്മൾ നേരത്തെ കണ്ട കുഴലൂതുകാരൻ. പിന്നെ വീട്ടിൽ പകുതി കളർ അടിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇത് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതാം. എല്ലാം നിനക്ക് വേണമെങ്കിൽ വായിക്കാം. ഇപ്പോൾ ഇങ്ങനെ കാണിക്കാം. ഇത്തിരി കൂടെ നല്ല വൃത്തി ഞാൻ കാണിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ കളറുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോയി ഇതും കളർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ കഥയും എല്ലാം കൂടെയൊക്കെ ചേർന്ന് ഒരിതാണ്. മത്സരത്തിൻ്റെ ഇത് വരയ്ക്കണം. വരയും നിറവും. ഓക്കെ, അടുത്തത് ഇത്. പിന്നെ നമുക്കൊരു മത്സരം ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ 8 വയസ്സോ 5 8 വയസ്സ് താഴെയുള്ളവർക്കാണ് ഈ മത്സരം. 5 വയസ്സ് താഴെയുള്ളവർ ഗ്രൂപ്പ് 1-ലും 5 മുതൽ 8 വരെ. എന്ന് വെച്ചാൽ 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള 3-ാം ക്ലാസ് വരെയുള്ള ആൾക്കാർക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. ഞാനിത് വായിക്കാനും ചുമ്മാ കളർ അടിക്കാനുമാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ 10 വയസ്സായില്ലേ, പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കുറേ കളർ അടിക്കാനുള്ള മത്സരങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, നിങ്ങൾ അടുത്തുള്ള കടയിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചോദിക്കണം, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിൽ ചോദിക്കണം. നിങ്ങൾ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ ചോദിക്കണം. അല്ലെങ്കിൽ ഈ കൈതമുക്കുന്നു അതൊക്കെ ജില്ലകൾ ഞാൻ വിളിച്ചു പറയുന്നു ഗൈസ്. പാപ്പനും കൂടെ ഏതോ ഒരു പിക്ചർ ഗൈസ്. ഇങ്ങനത്തെ ബുക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പറയാം ഗൈസ്. ഇങ്ങനത്തെ ബുക്കാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാ.